തൃശൂരിൽ നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട കേസിൽ മാതാപിതാക്കളായ അനീഷയെയും ഭവിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ദർശന വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ വീഡിയോ കുറച്ചു പേരെ കാണത്തുള്ളൂ. ആ കാണുന്നവർക്ക് വേണ്ടി എനിക്ക് കിട്ടുന്ന ലൈക്ക് എനിക്കൊരു 10 ലൈക്ക് കഴിഞ്ഞ് ഒരു 11 ലൈക്കൊക്കെ ആകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പറ്റുന്നവർ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് രാവിലെ ഞാൻ കണ്ടൊരു ന്യൂസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ. തൃശൂരിൽ നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട കേസിൽ മാതാപിതാക്കളായ അനീഷയെയും ഭവിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 2 കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയത് അനീഷയാണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ട സ്ഥലത്ത് ഫോറൻസിക് വിഭാഗം ഇന്ന് പരിശോധന നടത്തുന്നുണ്ട്. സാഹചര്യ തെളിവ് തന്നെയാണ് ഈ കേസിനെ പോലീസ് നിർണായകമാവുക. പരിശോധനയും അതോടൊപ്പം തന്നെ മറ്റ് ഭവിനെ കൈമാറിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് അനീഷുമായി ഒരു തർക്കത്തിൽ ഏർപ്പെടുന്നു. പിന്നീട് ആ തർക്കത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം മദ്യലഹരി ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി ഈ കവർ കൈമാറുന്നത്. എന്തായാലും പോലീസ് സംബന്ധിച്ചാണെങ്കിൽ ഇനി പ്രാഥമിക വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ചു, അവരുടെ തെളിവുകളും ശേഖരിച്ചു വരികയാണ്. ഇനി ഫോറൻസിക് സംഘം ഇവിടെ എത്തി. തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മേധാവി ഉന്മേഷാണ് ഇവിടെ എത്തി. എന്തായാലും നമ്മുടെ നാട്ടിൽ നടക്കുന്നതൊക്കെ ഈ ചെയ്തവർക്കൊന്നും വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് അവർ ഈ തെറ്റുകൾ പിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തെളിയാത്തൊരു കേസായിരുന്നു. ഇതിപ്പോ തെളിഞ്ഞത് തന്നെ അവളുടെ ഭർത്താവ് കുട്ടികളുടെ എല്ല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുഴിച്ചെടുത്ത് കവർ കെട്ടി മദ്യലഹരിയില് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തപ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിഞ്ഞത്. വീട്ടുകാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ വീട്ടുകാർക്ക് അറിയത്തില്ല അവൾ പ്രസവിച്ചതും അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യങ്ങളൊന്നും വീട്ടുകാർക്ക് അറിയത്തില്ല. അപ്പോ ഇതിലെല്ലാരും കൂടെ ചേർന്നുള്ള ഒരു ഒത്തുകളിയാണോ അതേ ഇനി എന്താണെന്നുള്ളതൊക്കെ കാര്യങ്ങൾ ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവൾ ഡെലിവറി സ്വന്തമായിട്ട് യൂട്യൂബ് നോക്കിയാണ് ചെയ്തതെന്ന് പറയും. ഒരു മുട്ടക്കറി പോലും നമ്മൾ യൂട്യൂബ് വെച്ച് നോക്കി ചെയ്താ അത് റെഡിയായിട്ട് കിട്ടുന്നില്ല. അതിൽ തന്നെ കുറെ പോരായ്മകൾ വരുന്നു. അങ്ങനെയുള്ള സമയത്ത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞ ഒരു പ്രഗ്നന്റ് ആയ എത്ര മാസം നമ്മൾ സ്കാനിങ്ങും കാര്യങ്ങളും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വന്നാൽ പോലും നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോകുന്നു. എന്നിട്ട് പോലും ഡെലിവറി സമയത്ത് ഓരോ പിഴവുകൾ കാരണം ഒന്നി കുഞ്ഞ് മരിക്കുക അല്ലെങ്കിൽ അമ്മ മരിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്ന കാലത്ത് യൂട്യൂബ് നോക്കി പ്രസവം നടത്തി. ഇതൊക്കെ എന്താണ് ഇതിന്റെ സത്യാവസ്ഥയെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ചോദ്യം ചെയ്യൽ നടക്കുന്നു. ഇന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരുപാട് പേര് ആഗ്രഹിച്ച് നടക്കുന്നുണ്ട്. എന്നിട്ട് അവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ തെറ്റുകൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള സ്ത്രീ ജന്മങ്ങൾ അങ്ങനെ പറയാൻ പറ്റും. അമ്മയെന്നൊന്നും ഇവളെയൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ഈ സ്ത്രീ ജന്മങ്ങളാ തെളിവെടുപ്പിനെന്നും പറഞ്ഞ് കുറെ പുതിയ ചുരിദാറുകളും ഡ്രസ്സുകളും വാങ്ങിച്ചു കൊടുത്ത് മേക്കപ്പ് ഓടിപ്പിച്ച് കാറിൽ സുഖയാത്രയും ചെയ്യിപ്പിച്ച് ജയിലിൽ കൊണ്ടുപോയി നല്ല അടിപൊളി ഫുഡും ഒരു ടെൻഷനും ഇല്ല. അവരവിടെ ഹാപ്പിയാണ്. നിങ്ങൾ ഒരു കാര്യങ്ങളും കൂടെ ഇതിൽ കൂടെ ഉൾപ്പെടുത്തിയെങ്കിൽ ഒന്ന് നന്നായിരുന്നേന്. ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ലക്ഷങ്ങളാണ് കുഞ്ഞിന് വേണ്ടിയിട്ട് വന്ന് കഷ്ടപ്പെടുന്നത്. അതും ചെന്ന ഉടനെ ഒരു കുഞ്ഞാവുകയല്ല ചെയ്യുന്നത്. ഒരുപാട് അതിന്റെ പിറകിലുള്ള കഷ്ടപ്പാടുകളുണ്ട്. അതൊക്കെ ഇവളുമാരെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം. ഒരു ദിവസമല്ല, അവരെ ട്രീറ്റ്മെന്റ് എടുക്കാൻ വരുന്ന അവരെ ഫുൾ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇവളെയൊക്കെ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു കൊടുക്കണം. പ്രസവ വേദനയെ കുറിച്ച് എല്ലാരും പറയുന്നു. പ്രസവ വേദന ഒരു സ്ത്രീ സഹിക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു. ഇതിന്റെ ഇടയ്ക്ക് കുട്ടികളാവാത്തവർ സഹിക്കുന്ന ഒരു വേദനയുണ്ട്. മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ട് ഒരുപാട് വേദന അവർ തിന്നുന്നുണ്ട്. എന്തെല്ലാം ട്രീറ്റ്മെന്റ് ഉണ്ടെന്നോ. നമ്മൾ ആ ട്രീറ്റ്മെന്റിന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് പീരീഡ്സ് ആയി 2-ൻ്റെന്നോ 3-ൻ്റെന്നോ 4-ൻ്റെന്നോ നമ്മൾ പോയി ഉള്ളു പരിശോധിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അത് ചെയ്തിട്ടുള്ളവർക്കറിയാം. ആ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ആ ഒരു സംഭവം നമ്മളെ ഉള്ളിൽ ഇങ്ങനെ അകത്തോട്ട് കയറ്റുന്ന സമയത്ത് കയറ്റിയിട്ട് ഇടതും വലതും നമുക്കിങ്ങനെ അതിങ്ങനെ ഒരു ചലിപ്പിച്ചുകൊണ്ടിരിക്കും. ആ സമയത്തൊക്കെ ഉണ്ടാവുന്ന ഒരു വേദനയുണ്ട്. ആ വേദന പിന്നെ ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞ് ട്യൂബ് ടെസ്റ്റ് ഉണ്ട്. അതിനൊക്കെ അനുഭവിക്കുന്ന വേദനകളുണ്ടല്ലോ. അതെല്ലാം കഴിഞ്ഞ് IUI ട്രീറ്റ്മെന്റ്, IVF ട്രീറ്റ്മെന്റ്, ഇതിന്റെ ഇടയ്ക്കൊക്കെ എന്തെല്ലാം വേദനകൾ ആ സ്ത്രീകൾ അനുഭവിക്കുന്നത്. എന്നിട്ട് നമ്മൾ കാത്തിരുന്ന് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള അമ്മമാരെ മനസ്സ് നീറുന്നത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല. അമ്മയാകാനുള്ള മനസ്സ് നീറുന്നത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്ടല്ലോ. ഇവിടെയൊക്കെ ആ കുഞ്ഞുങ്ങളെ ചെയ്ത അതേ രീതിക്ക് തന്നെ കൊല്ലണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ്, എന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് കേൾക്കണം. ഇങ്ങനെ ചെയ്യുന്നവളുമാരെ ഒരിക്കലും അമ്മ എന്ന് സംബോധന ചെയ്ത് വിളിക്കരുത്. ഇങ്ങനെയുള്ള നാശങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേര് ഇനിയിപ്പോ തുടരെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേര് നൽകി നിങ്ങൾ വിളിക്കേണ്ടതാണ്. അമ്മ എന്നുള്ളൊരു വാക്ക് നിങ്ങൾ ഉപയോഗിക്കുകയേ ചെയ്യരുത്. അതെന്റെ ഒരു അപേക്ഷയാണ്.
ഇത് എന്റെ ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ആണ്. ഇതുപോലെ കുറേ പേര് റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും മനസ്സിലൊക്കെ. അങ്ങനെ റിയാക്ട് ചെയ്യുന്നവരൊക്കെ എന്റെ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ഇടുക. എത്ര പേരുണ്ടെന്ന് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ടാറ്റാ.